അടുത്ത് വീട് വെക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ. അശോകൻ സാർ, ഞാൻ ഒരു കാര്യമാണ് ചോദിക്കാനുണ്ടായിരുന്നത്. റെയിൽവേ ലൈനിന് അടുത്ത് വീട് വയ്ക്കാൻ നിയമപരമായി പറ്റുമോ? പറ്റും. എന്നാൽ കർശനമായ നിയമങ്ങളും ദൂരപരിധികളും ഉണ്ട്. ആദ്യം റെയിൽവേ ഭൂമിയുടെ പരിധി എന്താണെന്ന് മനസ്സിലാക്കണം. റെയിൽവേ ട്രാക്കിന്റെ സെന്ററിൽ നിന്ന് നിശ്ചിത ദൂരം റെയിൽവേ ഭൂമിയായി കണക്കാക്കുന്നു. സാധാരണയായി ബ്രോഡ് ഗേജ് റെയിൽവേ ലൈനിൽ ട്രാക്കിന്റെ സെന്ററിൽ നിന്ന് കുറഞ്ഞത് 0.15 മീറ്റർ വരെ റെയിൽവേ ഭൂമിയായി കണക്കാക്കുന്നു. ഈ 0.15 മീറ്ററിനുള്ളിൽ വീട് വെക്കാനോ സ്ഥിര കെട്ടിടം നിർമ്മിക്കാനോ അനുവാദമില്ല. 15 മീറ്ററിന് പുറത്ത് വീട് വയ്ക്കാം. എന്നാൽ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് NOC ആവശ്യമാണ്. സാർ, ENO സിസ്റ്ററാരിൽ നിന്നാണ്. ഡിവിഷണൽ റെയിൽവേ മാനേജർ DRM ഓഫീസിൽ നിന്നാണ് NOC ലഭിക്കുന്നത്. അതിന് ലാൻഡ് ടൈറ്റിൽ ഡീഡ്, ലൊക്കേഷൻ സ്കെച്ച്, ബിൽഡിംഗ് പ്ലാൻ, പഞ്ചായത്ത് അഥവാ മുനിസിപ്പാലിറ്റി സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം സമർപ്പിക്കണം. റെയിൽവേ ലൈൻ അടുത്ത് വീട് വെക്കുമ്പോൾ സുരക്ഷയാണ് പ്രാധാന്യം. വൈബ്രേഷൻ, ശബ്ദം, ട്രെയിൻ പോകുമ്പോൾ ഉണ്ടാകുന്ന കുലുക്കം ഇവയെല്ലാം കണക്കിലെടുത്ത് ബിൽഡിംഗ് ഡിസൈൻ ചെയ്യണം. ഉറപ്പുള്ള ഫൗണ്ടേഷൻ, കട്ടിയുള്ള ഭിത്തികൾ, ശബ്ദം കുറക്കുന്ന മെറ്റീരിയൽ ഇവ ഉപയോഗിക്കണം. റെയിൽവേ ലൈൻ അടുത്ത് കിണർ വെക്കുമ്പോഴും സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുമ്പോഴും റെയിൽവേയുടെ അനുമതി വേണ്ടിവരും. ഡ്രെയിനേജ്, വെള്ളം റെയിൽവേ ട്രാക്കിലേക്ക് ഒഴുകരുത്, അത് ഗുരുതര കുറ്റമാണ്. പഞ്ചായത്ത് ബിൽഡിംഗ് റൂളും റെയിൽവേ സേഫ്റ്റി റൂളും രണ്ടും ഒരുമിച്ച് പാലിക്കണം. NOC ഇല്ലാതെ വീട് വച്ചാൽ പിന്നീട് നോട്ടീസ്, പിഴ, പൊളിച്ചുമാറ്റൽ എന്നിവ വരാം. അതുകൊണ്ടാണ് റെയിൽവേ ലൈൻ അടുത്ത് വീട് വയ്ക്കുന്നതിന് മുൻപ് റെയിൽവേ ഓഫീസിലും പഞ്ചായത്തിലും ഒരുപോലെ ക്ലിയറൻസ് എടുക്കണം. ഇത് വീട് വയ്ക്കാനുള്ള നിയമം മാത്രമല്ല, നമ്മുടെ ജീവിത സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരുണ്യ ഫിനാൻസ് മീഡിയ ചാനലിൽ ഇത്തരം നിയമങ്ങളും സാമ്പത്തിക വിഷയങ്ങളും നമ്മൾ പതിവായി ചർച്ച ചെയ്യും. ഈ സ്ക്രിപ്റ്റ് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ